ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് സിദ്ര ഹോസ്പിറ്റലിൻ്റെ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ അവർ കുറച്ച് പുതിയ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇന്നത്തെ ഡേറ്റ് 30/10/2025 കേട്ടോ. 30/10/2025. അപ്പം പിന്നെ ഇത് ഞാൻ ഒരു ഏജൻസിയോ അല്ല, ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും സിദ്ര ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു വേക്കൻസിയും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു ഡിസ്ക്ലെയിമറാണ് എൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് പോകാമേ. 30/10/2025. അപ്പോൾ അവരുടെ സൈറ്റിൽ അവർ കുറച്ച് വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ വേക്കൻസി സ്പെഷ്യലിസ്റ്റ് ചൈൽഡ് ലൈഫ് സർവീസ് എന്നാണ് ആ പോസ്റ്റിന്റെ പേര്. സ്പെഷ്യലിസ്റ്റ് ചൈൽഡ് ലൈഫ് സർവീസ്. അതിന്റെ റിക്വയർമെന്റ്സ്, എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ്, ബാച്ചിലർ ഡിഗ്രി ഇൻ ചൈൽഡ് ലൈഫ് ഓർ ചൈൽഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ചൈൽഡ് ആൻഡ് ഫാമിലി സ്റ്റഡീസ് ഓർ ഫാമിലി സെന്റർഡ് കെയർ ഓർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഓർ സോഷ്യോളജി ഓർ സൈക്കോളജി, അങ്ങനെ കുറച്ച് ഇതിലേതെങ്കിലുമൊക്കെയുള്ള ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് മതി കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരു കോഴ്സിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് ലൈഫ് സ്പെഷ്യലിസ്റ്റ് സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കുറേ റിക്വയർമെന്റ്സ് കാണാൻ പറ്റും, സ്കിൽസ് ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്പെഷ്യലിസ്റ്റ് ചൈൽഡ് ലൈഫ് സർവീസ്, ഇതാണ് പോസ്റ്റിൻ്റെ പേര്. രണ്ടാമത്തെ വേക്കൻസി കോർഡിനേറ്റർ പേഷ്യന്റ് ഇമേജിംഗ് ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നുകൂടെ അവർ റിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർഡിനേറ്ററിന്റെ വേക്കൻസിയാണ്. പേഷ്യന്റ് ഇമേജിംഗ്, റേഡിയോളജിയിലേക്കുള്ള കോർഡിനേറ്ററിന്റെ വേക്കൻസിയാണ് കേട്ടോ. അപ്പം റേഡിയോളജി കഴിഞ്ഞിട്ടുള്ള ഡിപ്ലോമ ഇൻ റേഡിയോളജി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേര് ജോലി നോക്കുന്നവരുണ്ട്. എനിക്ക് ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവിടെ ഖത്തറിൽ ലൈസൻസ് അതായത് QCHP ലൈസൻസ് ഇല്ലാത്തവർ, ഡിപ്ലോമ ഇൻ റേഡിയോളജി കഴിഞ്ഞ് ആരെങ്കിലും, അതായത് QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിൾ അല്ലാത്ത ആരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ. അതിൻ്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് അവർ പറയുന്നത് ഡിപ്ലോമ മതി. അതായത് റേഡിയോളജിയിലുള്ള റേഡിയോളജി എന്ന് പറയുന്നില്ല, ഡിപ്ലോമയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഷെഡ്യൂളിങ്ങിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ആണ്. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കോർഡിനേറ്റർ ആണ്. അപ്പോൾ അവിടേക്ക് വരുന്ന പേഷ്യന്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണിത്. അതുകൊണ്ടാണ് അവർ പ്രത്യേകിച്ച് അതിന് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ഒന്നും പറയാത്തത്. പക്ഷേ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ ആകുമ്പോൾ അതിന് ഈസി ആയിരിക്കുമല്ലോ ഹാൻഡിൽ ചെയ്യാൻ. അതാണ് അവരതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അതുപോലെ ഷെഡ്യൂളിംഗ് എക്സ്പീരിയൻസ് വേണം, വർക്കിംഗ് നോളജ് ഓഫ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അത് അവർ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കേട്ടോ. പക്ഷേ സർട്ടിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റേഡിയോളജി കഴിഞ്ഞിട്ട്, ഡിപ്ലോമ കഴിഞ്ഞിട്ട് ജോലി നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കോർഡിനേറ്റർ പേഷ്യന്റ് ഇമേജിംഗ്. അതാണ് രണ്ടാമത്തെ പോസ്റ്റ് കേട്ടോ. മൂന്നാമത്തെ പോസ്റ്റ് പേഷ്യന്റ് കെയർ മാനേജർ ആണ് കേട്ടോ. പേഷ്യന്റ് കെയർ മാനേജർ, അതിൻ്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രി ഇൻ സോഷ്യൽ സ്റ്റഡീസ് ഓർ അതർ റിലേറ്റഡ് ഫീൽഡ് എന്ന് എഴുതിയിട്ടുണ്ട്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല കമ്പ്യൂട്ടർ സ്കില്ല് ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. നല്ല ടീം പ്ലെയർ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൽ BSW MSW ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ, 4 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പേഷ്യന്റ് കെയർ മാനേജറിന്റെ പോസ്റ്റാണ് കേട്ടോ. പിന്നെ അടുത്ത വേക്കൻസി ഓർത്തോഡോണ്ടിക് ടെക്നീഷ്യൻ ആണ് കേട്ടോ. ഓർത്തോഡോണ്ടിക് ടെക്നീഷ്യൻ കഴിഞ്ഞ ദിവസം ആരാണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്കുള്ള വേക്കൻസിയാണ്. സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിലുണ്ട്. ഓർത്തോഡോണ്ടിക് ടെക്നീഷ്യൻ
അപ്പം അതിൻ്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് അവർ ചോദിച്ചിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ഡെന്റൽ ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ഡെന്റൽ ടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BSc ഇൻ ഡെന്റൽ ടെക്നോളജി, MSc ഇൻ ഡെന്റൽ ടെക്നോളജി ഏത് കഴിഞ്ഞ ആൾക്കാർക്കും അപ്ലൈ, ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം, ഡിഗ്രി MSc ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഓർത്തോഡോണ്ടിക്സ് വിത്ത് ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നല്ല കമ്പ്യൂട്ടർ സ്കില്ല് വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് അതിന് പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അതിൻ്റെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഓർത്തോഡോണ്ടിക്സിന്റെ കോഴ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. ടെക്നീഷ്യന്റെ വേക്കൻസിയാണ്, ടെക്നീഷ്യൻ ഓർത്തോഡോണ്ടിക്സ്. അടുത്ത വേക്കൻസി ക്ലിനിക്കൽ നേഴ്സ് ലീഡറിൻ്റെയാണ് കേട്ടോ. ക്ലിനിക്കൽ നേഴ്സ് ലീഡർ അതിൻ്റെ പിന്നെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ബാച്ചിലർ ഡിഗ്രി, അതായത് BSc നഴ്സിംഗ് ആണ്, അത് മാസ്റ്റേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ BSc ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. 4 വർഷത്തെ കോഴ്സ് ആയിരിക്കണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ 4 വർഷത്തിൽ 2 വർഷം ലീഡർഷിപ്പ് അല്ലെങ്കിൽ സൂപ്പർവൈസറി എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല ഡെമോൺസ്ട്രേറ്റഡ് എക്സ്പീരിയൻസ് വിത്ത് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആൻഡ് ഹോസ്പിറ്റൽ കമ്മീഷനിങ് അതൊക്കെ അവരുടെ സ്കില്ലിൽ പറയുന്നുണ്ട് കേട്ടോ, സ്കിൽസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ. അപ്പോൾ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ഇതിൽ സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. ക്ലിനിക്കൽ നേഴ്സ് ലീഡർ, ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കിലേക്കാണ് ക്ലിനിക്കൽ നേഴ്സ് ലീഡർ. അപ്പം ഇതൊക്കെയാണ് സിദ്ര ഹോസ്പിറ്റലിൻ്റെ ഇന്നത്തെ വേക്കൻസീസ് കേട്ടോ. അതൊക്കെ ഞാൻ ഒന്നുകൂടെ പറയാം. സ്പെഷ്യലിസ്റ്റ് ചൈൽഡ് ലൈഫ് സർവീസ്, കോർഡിനേറ്റർ പേഷ്യൻ്റ് ഇമേജിംഗ്, പേഷ്യൻ്റ് കെയർ മാനേജർ, ടെക്നീഷ്യൻ ഓർത്തോഡോണ്ടിക്, അതുപോലെ ക്ലിനിക്കൽ നേഴ്സ് ലീഡർ. ഇത്രയും വേക്കൻസീസ് ആണ്. അപ്പോൾ ഖത്തറിൽ ജോലി നോക്കുന്നവരൊക്കെ ഓടിപ്പോയി സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, നേരിട്ട് അപ്ലൈ ചെയ്യാം. www.sidrahospital.org എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കയറാൻ പറ്റും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി അപ്ലൈ ചെയ്യാം. ദെൻ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.